ഹലോ ഗേയ്സ്, എല്ലാവർക്കും സുഖമല്ലേ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടോ. ഞാനപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. മോനിപ്പോൾ ഷോർട്സ് അല്ലേ ഇടുന്നത്. അപ്പം ഇന്നൊരു മീൻകറി, വറുത്തരച്ച് മീൻകറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടോ ഇടുന്നത്. അപ്പം നമുക്കത് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുക അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു. അപ്പോൾ ഈ എണ്ണ നല്ല ചൂടായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ടു കേട്ടോ. ഈ ഉലുവ പൊട്ടിയിട്ട് വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇടുക. ഈ പെരിഞ്ചീരകം അതിൽ വന്നിട്ട് ഒന്ന് പൊട്ടിയിട്ട് വന്നാൽ നമുക്ക് ഉള്ളി ഇടാം കേട്ടോ. ഉള്ളിയും പച്ചമുളകും ഇട്ടു. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ വഴണ്ടി വരണം. ഇങ്ങനെ വഴണ്ടി വരുവാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം വഴണ്ടി വരുമല്ലോ. ഈ വഴണ്ടി ഇങ്ങനെ വന്നാൽ നമുക്ക് ഇനി അതിലേക്ക് തക്കാളി ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ തക്കാളിയും ഇട്ടു. നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും ഉള്ളിയും കൂടിയിട്ട് ഇങ്ങനെ വഴണ്ടി വരണം. ഇതാ വന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ വറുത്തരച്ച തേങ്ങ അരച്ചിട്ടാണ് കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ തേങ്ങ കൊത്തായിട്ട് അരിഞ്ഞ് വെച്ചതുണ്ട്. അപ്പോൾ അതും ഇട്ടിട്ടോ. അതും ഇട്ടിട്ട് ഇനി അതും ഇങ്ങനെ അതിൽ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. എത്രയും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന മീൻകറി കേട്ടോ. ഇതാ അങ്ങനെ വഴറ്റിയിട്ട് വന്നാൽ ഇനി അതിലേക്ക് കണ്ടോ മൂത്ത് വരണ പോലെ കാണില്ലേ. അപ്പോൾ അതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇടാം കേട്ടോ. മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മസാലപ്പൊടി ഇടാൻ പോവുകയാണ്. അതിലേക്ക് ഇനി മസാലപ്പൊടി ഇതാ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇനി അത് ഈ വഴഞ്ഞിട്ടുള്ള തക്കാളി സബോളയിലേക്ക് ഒക്കെ ഇട്ടു. എന്നിട്ടതാ അതൊന്നിങ്ങനെ ഒന്നും മൂപ്പിക്കണം. മസാല ഇതിൽ നല്ല പൊടിക്കണം കേട്ടോ. കണ്ടോ, നല്ല അങ്ങനെ പൊടിച്ച് വന്നു. അപ്പം നമ്മൾ നല്ല മസാല ഉണ്ടാക്കിയില്ല. ആ മസാല ഇതാ മിക്സിയിൽ അരച്ച് കൊടുന്ന കേട്ടോ. ഈ അരച്ച് കൊടുന്ന അരപ്പ് ഞാൻ കുടുക്കയിലിട്ടു. എന്നിട്ട് ഇതാ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടോ. ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതാ നമുക്ക് എത്ര കുറുക്കം അതുപോലെ നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ. കൂട്ടാൻ വേണ്ടവർക്ക് അതിനനുസരിച്ച് നമുക്ക് കൂട്ടാം. ഇതാണ്ടോ നല്ല കുറുക്കാണ്. തക്കാളി സബോളയും തേങ്ങ ഇട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് വെക്കുമ്പോൾ നല്ല കുറുക്കത്തിൽ കിട്ടും. നമുക്ക് തോനെ തേങ്ങ ഒന്നും ആവശ്യമില്ല. കുറച്ച് തേങ്ങ വെച്ചാൽ നമുക്കിത് വെക്കാൻ പറ്റുന്നത് ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ കറിയാണ്. ഇത് കണ്ടോ നല്ല കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. മൂടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നല്ല ഒന്ന് തിളച്ച് വരണതാ. തിളച്ച് വന്നാൽ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച് വന്നുകൊണ്ട് തിളച്ച് വന്നാൽ നമുക്ക് ഇനി ഇതിൽ മീൻ ഇട്ട് തിളപ്പിച്ചിട്ട് മീൻ ഇട്ടിട്ടോ. ഇനി മീൻ ഇട്ടത് കണ്ടോ. ഇനി അതൊന്ന് തിളക്കണം. നല്ല കുറുക്കത്തിലായിരിക്കുന്നുണ്ടല്ലേ. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. നല്ല തിളച്ച് വരണ്ടിട്ടോ ഗൈസ്. അപ്പോൾ നല്ല കുറുക്കത്തിൽ മീൻകറി നല്ല മണമുണ്ട്. നല്ല തിളച്ച് വന്നു. ഈ തിളച്ച് വന്ന മീൻകറി നമുക്ക് ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാം കേട്ടോ. തിളച്ചത് നമുക്ക് അടച്ച് വെക്കാം. ഈ മൺകുടുക്കയിലായാലും എന്തൊരു കാരണം അറിയാം, നമ്മൾ ഗ്യാസ് നിർത്തിയാലും ഇതിങ്ങനെ തിളച്ചിട്ട് ഇരിക്കും. അപ്പോൾ ഈ തിളച്ചത് അതങ്ങനെ മൂടിയിരിക്കട്ടെ. നമുക്കിത് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂപ്പിക്കാം. അപ്പോൾ ഈ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉള്ളി മൂപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് മീൻകറി ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉള്ളി ഇട്ടു. ചെറുള്ളി അരിഞ്ഞിട്ടു കേട്ടോ. ഈ ചെറുള്ളി ഇങ്ങനെ മൂത്ത് വരണം. അങ്ങനെ മൂത്ത് വന്നാൽ നല്ല മണമാണ്. അപ്പം വഴഞ്ഞിട്ട് വരട്ടെ. ഈ മൂത്ത് വന്നതിലേക്ക് നമുക്ക് ഇനി 2 ഇല്ലി കരിവേപ്പിൻ്റെ ഇല കൂടി ഇടണം കേട്ടോ.
എന്താ കരിവേപ്പിൻ്റെ ഇല ഇട്ടു. കരിവേപ്പിൻ്റെ ഇല അതിലിട്ടിട്ടൊന്ന് വണക്കണം. ഇതാ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കുക. നമുക്കത് മീൻ കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ. കണ്ടോ ഒഴിച്ചില്ലേ, നല്ല മണം ഉണ്ട് കേട്ടോ മീൻ കറി. പൊതുവേ മീൻ കറി മൺകുടുക്കയിൽ വെച്ച അടിപൊളിയാണ്. അതിൽ കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ട് ഇട്ടാൽ ഒന്നുകൂടി രസമാവും കേട്ടോ. ഇതാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടോളി. ഗെയ്സ് അങ്ങനെ മീൻ കറി റെഡിയായി കേട്ടോ. ഇതാ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാരറിയില്ല, മീയക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ മീൻ കറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.